പോളോ മാൽദിനി, കാർലോ ആഞ്ചലോട്ടി, റോബർട്ടോ ബാജിയോ, ഫാബിയോ കന്നാവരോ, ജിയാൻലോജി ബുഫൺ, ഫ്രാൻസിസ്കോ ടോട്ടി, ആന്ദ്രേ പിർലോ തുടങ്ങി ഇതിഹാസങ്ങൾ ഒരുപാടുണ്ട് ഇറ്റാലിയൻ ഫുട്ബോളിൽ. ഫിഫ ലോകകപ്പ് 4 തവണ ഉയർത്തിയ ചരിത്രവുമുണ്ട് ഇറ്റലിക്ക്. എന്നാൽ ചരിത്രവും പേറി വർത്തമാനകാലത്ത് അയവിറക്കാനേ ഇറ്റലിക്കാർക്കാവുന്നുള്ളൂ. 2014 ലോകകപ്പിലാണ് ഇറ്റലി അവസാനം കളിച്ചത്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി. 2018, 2022 ലോകകപ്പുകളിൽ യോഗ്യത പോലും കിട്ടിയില്ല. വരാനിരിക്കുന്ന ലോകകപ്പിന് നേരിട്ട് യോഗ്യത ലഭിക്കാതെ പ്ലേ ഓഫിലേക്കും പോയി. 48 ടീമുകൾക്ക് യോഗ്യതയുള്ള ഈ ലോകകപ്പിലാണ് 4 ലോകകപ്പ് കൈവശമുള്ള ഇറ്റലിക്ക് ഈ വിധിയെന്ന് ഓർക്കണം. അതേ ഇറ്റലിയിൽ തന്നെ മറ്റൊരു വിപ്ലവവും നടക്കുന്നുണ്ട്. അത് ക്രിക്കറ്റിലാണെന്ന് മാത്രം. ഇതാദ്യമായി 2020 ലോകകപ്പിനെത്തി ഏവരുടെയും മനസ്സ് കീഴടക്കിയാണ് ഇറ്റാലിയൻ ടീമിന്റെ മടക്കം. ആദ്യ ലോകകപ്പാണെങ്കിലും ഒരു തട്ടിക്കൂട്ട് വരവല്ല ഇറ്റലിയുടേത്. അവരുടെ ക്രിക്കറ്റ് പാരമ്പര്യത്തിന് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. വിഖ്യാതമായ AC മിലാനും യുവന്റസും ജിനോവയുമെല്ലാം ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ക്ലബ്ബുകളായാണ് തുടങ്ങിയത്. 1899 AC മിലാൻ സ്ഥാപിക്കുമ്പോൾ മിലാൻ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്നായിരുന്നു പേര്. യുവന്റസ് മൾട്ടി സ്പോർട്സ് ക്ലബ്ബും. ജനോവ ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകി പ്രവർത്തനം ആരംഭിച്ചു. പതിയെ AC മിലാനും യുവന്റസുമെല്ലാം ക്രിക്കറ്റ് മതിയാക്കി ഫുട്ബോൾ ക്ലബ്ബുകളായി. ഇറ്റാലിയൻ സീരിയെ ലോകത്തെ തന്നെ കടുപ്പമേറിയ ഫുട്ബോൾ ലീഗുകളുമൊന്നുമായി. 1960കളിൽ വരെ റോമിൽ ക്രിക്കറ്റ് ഉൾപ്പെടെ സജീവമായിരുന്നു. ഡെർബി മത്സരങ്ങൾ അന്നാട്ടിൽ നടന്നു. പതിയെ അതും വിസ്മൃതിയിലായി. 2026 2020 ലോകകപ്പിന്റെ യൂറോപ്യൻ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലി കരുത്തുകാട്ടി. നെതർലൻഡ്സിൽ പിന്നിൽ 2ാം സ്ഥാനക്കാരായി ഇറ്റലി ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പാക്കി. ലോകകപ്പിന് തൊട്ടുമുമ്പ് അയർലൻഡിനെ അട്ടിമറിച്ച് ഇറ്റലി യോഗ്യത വെറും ഫ്ലൂക്കല്ലെന്നും തെളിയിച്ചു. 20 ടീമുകൾ പങ്കെടുത്ത ഈ ലോകകപ്പിൽ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിലുള്ള ടീം ഇറ്റലിയായിരുന്നു. ലോകകപ്പിനെത്തിയപ്പോൾ 27ാം റാങ്കുകാരായിരുന്നു ഇറ്റലി. സ്ക്വാഡിലെ 15ൽ 12 പേരും മറ്റ് പല ജോലികളും ചെയ്യുന്നവരാണ്. മുഴുവൻ പ്രൊഫഷണൽ താരങ്ങളെന്ന് പറയാനാവില്ല. മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും നേപ്പാളും അടങ്ങിയ സി ഗ്രൂപ്പിലാണ് ഇറ്റലി വന്നുപെട്ടത്. സന്നാഹ മത്സരത്തിൽ കാനഡയെ 10 റൺസിനും UAEയെ 112 റൺസിനും തകർത്ത് ഇറ്റലി മുന്നറിയിപ്പ് നൽകി. സ്കോട്ട്ലൻഡിനെതിരെയായിരുന്നു ലോകകപ്പിലെ ആദ്യ മത്സരം. 73 റൺസിന് പരാജയപ്പെട്ടെങ്കിലും ബെഞ്ചമിൻ മനേറ്റിയുടെ അർദ്ധ സെഞ്ചുറി ശ്രദ്ധിക്കപ്പെട്ടു. നായകൻ വെയിൻ മാഡ്സൺ പരിക്കേറ്റതോടെ മനേറ്റിയെ ഇറ്റലി ക്യാപ്റ്റനാക്കി. നേപ്പാളിനെതിരായ 2ാം മത്സരത്തോടെ ഇറ്റലിയെ എല്ലാവരും അറിഞ്ഞു. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കീഴടങ്ങിയ നേപ്പാളിനെ ഇറ്റലി തരിപ്പണമാക്കിയത് 10 വിക്കറ്റിനാണ്. 124 റൺസ് ലക്ഷ്യം വെറും 12 ഓവറിൽ ഇറ്റലി മറികടന്നു. മോസ്ക ബ്രദേഴ്സ് അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങി. ആന്റണി മോസ്ക 32 പന്തിൽ 62ഉം ജസ്റ്റിൻ മോസ്ക 44 പന്തിൽ 60 റൺസ് എടുത്ത് തിളങ്ങി. 3ാം മത്സരത്തിൽ ഇംഗ്ലണ്ടായിരുന്നു എതിരാളികൾ. ആർച്ചറും സാംകറിനും അടക്കമുള്ള ബൗളിംഗ് യൂണിറ്റിനെതിരെ 178 റൺസ് അടിച്ച് ഇറ്റലി കരുത്തുകാട്ടി. ഒരു ഘട്ടത്തിൽ ബെഞ്ചമിൻ മനേറ്റിയും ഗ്രാൻഡ് സ്റ്റുവർട്ടും ഇറ്റലിയെ അട്ടിമറി ജയത്തിലെത്തിക്കുമെന്ന് വരെ തോന്നിച്ചതാണ്. എന്നാൽ അവസാന ഓവറുകളിൽ കാര്യങ്ങൾ കൈവിട്ടു. വിൻഡീസിനെതിരായ അവസാന മത്സരത്തിലും പൊരുതാൻ ഇറ്റലിക്കായി. 4ൽ 1 ജയവുമായി തലയുയർത്തി തന്നെയാണ് ഇറ്റലിക്കാർ മടങ്ങിയത്. ബാറ്റിംഗ് ആണ് ടീമിന്റെ ശക്തി. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച ടീമുകളിൽ 4ാം സ്ഥാനത്തുണ്ട് ഇറ്റലി. മുന്നിലുള്ളത് ഇന്ത്യയും ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും അടക്കമുള്ള കരുത്തർ മാത്രം. ഇന്ത്യ ആകെ 40 സിക്സർ അടിച്ചപ്പോൾ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും 36 വീതം സിക്സർ നേടി. ഇറ്റലി 34. ആദ്യമായി ലോകകപ്പിനെത്തിയ ടീമാണ് ഈ വിധം റെക്കോർഡ് ബുക്കിൽ കയറിപ്പറ്റിയത്. ഇറ്റലിക്കിനി വേണ്ടത് അവിടെ നിന്നുള്ള ശക്തമായ പിന്തുണയാണ്. ഒപ്പം ICCയും സഹായിക്കണം. സ്ഥിരം മത്സരങ്ങൾ നൽകി ഇറ്റലിയെ പിന്തുണച്ചാൽ അത്ഭുതങ്ങൾ ഒരുപാട് പിറക്കും ഇറ്റാലിയൻ ക്രിക്കറ്റിൽ. ചരിത്രമേറെയുണ്ട് ഇറ്റലിയിൽ. റോമും ഫ്ലോറൻസും വെനീസും അടക്കം പലതും. ക്രിക്കറ്റ് ക്ലബ്ബായി തുടങ്ങി ചാമ്പ്യൻസ് ലീഗ് വരെ നേടിയ AC മിലാൻ ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. ഭാവിയിലൊരു പക്ഷേ ഇറ്റാലിയൻ ക്രിക്കറ്റും ചരിത്രം എഴുതിയേക്കാം.